രത്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉഴയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴി കാട്ടി. ഹലോ, ഈ സ്കൂളിലെ കമ്മിറ്റിയിൽ ആരെങ്കിലും? ഞാൻ കമ്മിറ്റിയിലുള്ളതാണ് സാർ. മിൻമിനി? അയ്യോ ആന്റോ. അയ്യോ ആന്റോ അല്ല, ഓക്കെ ആന്റോ. ആന്റോ ജോസഫ്. ആന്റോ ജോസഫ് അല്ല, ഞാനിപ്പോ ആന്റോ കൊരട്ടിയാണ്. അയ്യോ എനിക്ക് സത്യം പറയാൻ മനസ്സിലായില്ല. നീ എന്താ ഇവിടെ? ഞാൻ ഈ സ്കൂളിലെ ടീച്ചറാടോ. ടീച്ചറാണ്? എന്റെ ദൈവമേ. അല്ല നീ എന്താ ഇവിടെ? ഞാനല്ലേ ഇവിടെ മുഖഛായോത്സവം ചെയ്യുന്നത്. ഇന്നത്തെ പരിപാടി ഉത്സവം ഞാനാ ചെയ്യുന്നത്. ഇത് ആരെങ്കിലും അറിയണ്ടേ ഇത്? എന്നാലും നീ ഇവിടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലടി. ആണല്ലേ? എന്നാലും നീ എന്നെ ഓർത്തിരുന്നല്ല. പിന്നെ നിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ചുമന്ന കളറുള്ള നിക്കറിട്ടോണ്ട് നീ വരുമായിരുന്നു? എന്റെ ചുവന്ന കളറുള്ള നിക്കർ വരെ നീ ഓർത്തിരിപ്പട്ടല്ലേ? അന്ന് ആ സ്കൂളിൽ 3 കീറിയ ഒരു നിക്കർ നിനക്ക് അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ മറക്കത്തില്ല. അല്ല അന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു ഫിഗർ ആർട്ടിസ്റ്റ് ആണ്. ഈ ഫിഗർ ആർട്ടിസ്റ്റോ? പിന്നെ അടുത്ത ആഴ്ച അമേരിക്ക പോവില്ലേ? അതാണ് നല്ലത്. ഈ പുല്ലെല്ലാം അവിടെ കളഞ്ഞിട്ട് അവിടെ പോയി വല്ല ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കും. ജോലിക്കല്ലെന്ന്, ഞാൻ ഈ ഫിഗർ ഷോയും കൊണ്ട് അമേരിക്ക പോവുമെന്ന്. പുറത്ത് കിട്ടുമോ? ആന്റോ കൊരട്ടി 41 ഫിഗറും. പുതിയ പരിപാടി. പുതിയ പരിപാടിയാണ്. ദൈവമേ, ഇതിനകത്ത് വേറൊരു ഐറ്റം ഉണ്ട്. എന്താണ്? ഒരു മിനിറ്റ് ഞാൻ 151 സിനിമാ താരങ്ങളുടെ ശബ്ദം ചെയ്യും. നിന്റെ ശബ്ദത്തിൽ ചെയ്യുമായിരിക്കും. എന്റെ ശബ്ദത്തിലല്ലെന്ന്, അവരുടെ ശബ്ദത്തിൽ ഞാൻ അനുകരിക്കും. നീ ഒന്ന് പോയ. നീ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം MS തൃപ്പൂണിത്തുറ ചെയ്താൽ നിന്റെ ശബ്ദം, KP ചെയ്താൽ നിന്റെ ശബ്ദം, ഏത് സ്റ്റാർ ചെയ്താലും നിന്റെ ശബ്ദമായിരുന്നു. അങ്ങനെ കളിയാക്കണ്ട. ഇപ്പൊ പുതിയൊരു സ്റ്റാർ ഞാനിപ്പോ റെഡിയാക്കി വെച്ചിരിക്കുവാ. ആര്? ബാബു നമ്പൂതിരി. ആ പാവപ്പെട്ട പ്രചോദിന്റെ ജോലി കളയല്ലേ നീ? കേട്ടോ? അങ്ങനെ പറഞ്ഞതല്ല. കല്യാണമൊക്കെ കഴിഞ്ഞ? കല്യാണം കഴിഞ്ഞായിരുന്നടാ. ആണോ? ഭർത്താവ് കണ്ടക്ടറാ. KSRTC-യിലെ? അല്ല, പ്രൈവറ്റിലെ. അയ്യേ, പ്രൈവറ്റ് ബസ്സാ. അതുകൊണ്ട് കഞ്ഞി കുടിച്ച് കിടക്കുന്നു. KSRTC-യിൽ ആരെങ്കിലും ഇപ്പൊ കാണാറുണ്ട്. പിന്നെ നിന്റെ കല്യാണം കഴിഞ്ഞോ? ഓ, ഞാൻ ഈ ഫിഗർ ഷോയും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. നമുക്ക് കല്യാണം കാര്യങ്ങളൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല. ഒരുപാട് പെണ്ണുങ്ങൾ കണ്ട്, പക്ഷെ മാമൻ ഒന്നിനെ പിടിച്ചില്ല. മാമൻ പിടിച്ച പെണ്ണിനെ നീ കേട്ടതുള്ളതാ? ആണല്ലേ നിനക്ക്? അതല്ലെന്ന്, മാമൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചില്ല. അങ്ങനെ. എന്തായാലും നിന്നെ കാണാൻ പറ്റിയതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം. എന്താണ് നിനക്ക് ടെൻഷൻ? എന്താ? ടെൻഷൻ ഒന്നുമില്ലല്ലോ. എന്തോ മൊത്തം ടെൻഷൻ ഉണ്ടല്ലോ. അത് എന്റെ ഭർത്താവിനെ കാണുന്നില്ല. ഭർത്താവിനെ കാണുന്നില്ല? എന്തെങ്കിലും അടയാളോ വല്ലോ എന്തെങ്കിലും ഉണ്ടോ ഭർത്താവിന്റെ? മുഖത്തൊരു മീശയുണ്ട്. ബാക്കിയുള്ളവർക്കൊക്കെ മുതുകത്തല്ലേ മീശ? അതല്ല, ഈ മീശ എന്ന് പറഞ്ഞ സാധാരണ മീശയല്ല, ഒരു 1.5 മീശയാ. ഭർത്താവിന് ഇപ്പൊ എന്താണ് പ്രശ്നം? അത് പറ. സംശയമാ? പിന്നെ എന്നെ ഭയങ്കര സംശയമാണ്. എന്റെ പൊന്നോ. റെയിൽവേ സ്റ്റേഷനാണ്? അല്ലല്ല, വിസിലൊക്കെ അടിക്കുന്നു. വിസിൽ കേട്ട് ഇവിടെ എവിടെ ഉണ്ട്. ഇവിടെ എവിടെ ഉണ്ട്. അയ്യോ, ചേട്ടന് ആളെ മനസ്സിലായില്ലേ? മനസ്സിലാവാത്തവന്റെ കൂടെ വരെ സംസാരം തുടരും. ഹലോ, സുധാകരൻ സാറ്? നോ, അല്ലേ. ഐ ആം ആന്റോ കൊരട്ടി. താല്പര്യമില്ല. ഇത് ആരെന്നറിയോ? എനിക്കറിയില്ല. ഇവൻ എന്റെ സ്കൂളിൽ പഠിക്കാൻ. ഇതെന്താ ഇങ്ങനെ? എന്റെ വണ്ടി ഏത് റൂട്ടിൽ ഓടണം, ഏത് സ്റ്റോപ്പിൽ നിർത്തണം ഞാൻ തീരുമാനിക്കും. പുള്ളിയാ ഇപ്പൊ എന്റെ റൂട്ടൊക്കെ തീരുമാനിക്കുന്നേ. കുറെ ദിവസം കൊണ്ട് ഈ വണ്ടി ഞാൻ ഉദ്ദേശിക്കുന്ന റൂട്ടിലല്ല ഓടുന്നത്. അല്ല, ഇതാന്ന് പറഞ്ഞത്. സ്കൂളിൽ പഠിച്ചതാ, ഇവിടെ പരിപാടിക്ക് വന്നേക്കുവാ. ഞാൻ പ്രശസ്ത ഫിഗർ ആർട്ടിസ്റ്റ് ആണ് ആന്റോ കൊരട്ടി. ആരെ വരട്ടിയെന്ന്? ആരെ വരട്ടി എന്നല്ല പറഞ്ഞ, എന്റെ പേരാണ് പറഞ്ഞത്, ആന്റോ കൊരട്ടി. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് താരങ്ങളുടെ ശബ്ദം ചെയ്യും. താങ്കൾക്ക് ഏതെങ്കിലും സിനിമാ താരത്തിന്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ചെയ്തിരിക്കും. കുഞ്ചൻ. കുഞ്ചൻ അല്ല, കുഞ്ചൻ എന്ന് പറഞ്ഞ താരമല്ലേ? അല്ല, താരമാണ്. അല്ല, കുഞ്ചൻ അല്ലാതെ ആരെങ്കിലും? ബോബനാലുമൂടൻ. ബോബനാലുമൂടൻ താരമല്ലേ? താരമാണ്. ബോബനാലുമൂടൻ അല്ല. സംയുക്ത വർമ്മ താരമല്ലേ? ആണ്. പെണ്ണ്. സംയുക്ത വർമ്മ പെണ്ണ്. അല്ല, പിന്നെ സംഭവം ശരിയാണ്. അല്ല, ഇത് എന്നെ അറിഞ്ഞുകൂടി പുള്ളി എന്നെ. അതുകൊണ്ടാണ് ഈ പറഞ്ഞാല് ഇനി ഈ പുള്ളി പോവാ. കൂടുതൽ അങ്ങ് ഓവർടാക്ക് ചെയ്യണ്ട, ഞാൻ പറയൂ. അപ്പൊ എന്തായാലും നിങ്ങളെ കണ്ടു പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. എപ്പോഴാ കല്യാണം കഴിഞ്ഞേ? എപ്പോഴാ കല്യാണം? ഇങ്ങോട്ട് ചോദിക്കാം. അല്ല, എപ്പോഴാ കല്യാണം കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് ആ പിള്ളേരുടെ ഇടയിൽ വെച്ചായിരുന്നു. കല്യാണം കഴിച്ചിട്ട് എത്ര മക്കളുണ്ട്? അങ്ങ് കേറുവാണല്ലോടാ നീ. വന്ന് കേറിയില്ലും അങ്ങ് കൊണ്ടേലങ്ങ് കേറുവാണല്ലോ. അല്ല, കല്യാണം കഴിഞ്ഞ് എത്ര മക്കളുണ്ടെന്നുള്ള ചോദിച്ചെന്നേ ഉള്ളു. അല്ല, 8 കൊല്ലമായിട്ട് ഞങ്ങക്ക് കുട്ടികളൊന്നും ഇല്ല. ചേടാ, 8 കൊല്ലമായിട്ട് കുട്ടികളില്ലെന്ന് പറഞ്ഞാൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് പറയണം. ഈ സ്വർണത്തിന്റെ വില കുത്തനങ്ങ് കേറിയല്ലോ.
അപ്പോഴാണ് ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞത്. അല്ല ഈ സ്വർണത്തിന്റെ വില കൂടിയതും ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞത് ഈ കുട്ടികളുടെ ഇതുമായിട്ട് എന്താ എടാ പറ്റുക? നിനക്കൊരു കാരണമല്ലേ വേണ്ടത്? ഇതാണ് കാരണം. അങ്ങനെ പറയാനായിട്ട് പറഞ്ഞല്ല. സംഭവം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സമയത്ത് ഇവളെ എനിക്ക് ഓട്ടോഗ്രാഫ് ഒക്കെ എഴുതി തന്നിട്ടുണ്ട്. എന്റെ ദൈവമേ, രാവിലെ എടുത്തത് വായിക്കാൻ മനസ്സിന് തന്നെ ഒരു കുളിർമയാ. കണക്കിലാണ് ഓട്ടോഗ്രാഫ്? കണക്കിലല്ല, മലയാളത്തിൽ. മലയാളത്തിൽ എഴുതുമായിരുന്നു ഓട്ടോഗ്രാഫ്. കണക്ക് ടീച്ചറേ, നീ മലയാളത്തിലങ്ങ് എഴുതുമല്ലേ? ആ ഓട്ടോഗ്രാഫ് ഒന്ന് പറ, ഞാൻ ചിരിക്കട്ടെ. പഴം പഴം പൊളിക്കണം, പുട്ടിലിട്ട് ഞെവിടണം, വാരി വാരി തിന്നുമ്പോ എന്നെ കൂട്ടി ഓർക്കണം. അടിപൊളി, അടിപൊളി, കിട്ടില്ല സാധനമാണത്. ഇതാണ് സാഹിത്യം. എങ്ങനെ? പഴം പഴം പൊളിക്കണം, പുട്ടിലിട്ട് എവിടണം, വാരി 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 തിന്നുമ്പോ എന്നെ കൂടി ഓർക്കണം. അടിപൊളി. എടാ നീ ഇപ്പൊ പുട്ട് കഴിക്കാറുണ്ടോ? പുട്ട് കഴിക്കാറുണ്ട്, പക്ഷെ കൂട്ടത്തിൽ പഴമല്ല, ഞാനിപ്പോ കടലക്കറി കഴിക്കുന്നു. തെറ്റി, നിനക്ക് തെറ്റി. പാടെ തെറ്റി. നീ എഴുതിയെല്ലാം വേസ്റ്റ് ആയിടി. എടി അവ ഇപ്പൊ പുട്ടിന്റെ കൂടെ കടലയാണെന്ന് പുള്ളി എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? അത് കേട്ട് എനിക്ക് ചിരിക്കണം. പറ. വിശാല മനസ്സേ, വിരോധ മനസ്സേ, വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാം. വിധിയുണ്ടെങ്കിൽ കണ്ടല്ലോ. കണ്ടു. കണ്ടോണ്ടിരിക്കല്ലേ? വിധിയുണ്ട്, അതുകൊണ്ടല്ലേ ഇപ്പൊ കാണുന്നത്. അയ്യോ, ഈ പുള്ളി നമ്മൾ ഉദ്ദേശിച്ച ഓവർടേക്ക് വേണ്ട. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എനിക്ക് എന്തായാലും പ്രച്ഛന്ന വിഷത്തിന്റെ സമയമായി. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഇനി പറഞ്ഞോ. എടാ ഇച്ചി പൗഡർ കൂടുതലിട്ടോണം. എന്നാ ഇവിടെ കിടന്ന് ചളിങ്ങില്ലേ, അതൊക്കെ അങ്ങ് മാറി കിട്ടും. സുധാകരൻ ആരുടെ ഇവിടെ? സുധാകരൻ സാർ ആര്? എന്റെ പൊന്ന് ചേട്ടാ, സുധാകരന്റെ കള. നീ കള. ആദ്യം സുധാകരനെ നീ കള. ഞാനെന്ന് പറഞ്ഞ സുധാകരൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സ്കൂളിൽ അധ്യാപകന. അദ്ദേഹത്തിന് എന്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. അറിയാം. നിന്റെ മനസ്സിലൊരു കൂടുകൂട്ടി സുധാകരൻ നീ പ്രതിഷ്ഠിച്ചിട്ടുണ്ടടി. പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതല്ലെന്ന്, സുധാകരൻ സാറാ. അവൻ സാറായിരിക്കും, പക്ഷെ നിനക്കവൻ സ്റ്റാർ ആടി. സ്റ്റാർ. പൊന്ന് ദൈവമേ, നിങ്ങൾ മനുഷ്യൻ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് സംശയിക്കല്ലേ. നിങ്ങൾ ഇങ്ങനെ സംശയിക്കുന്നുണ്ട്. രാത്രി എനിക്ക് ഉറക്കം പോലും ഇല്ല, അറിയാവോ? അതങ്ങനെയല്ലേ, ഞാൻ ഉറങ്ങിയോന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ടാണ് ഞാൻ ഉണർന്നിരുന്നത്. അന്നലെ വെളുക്കോളം നിങ്ങൾ ഉണർന്നിരുന്നു. അപ്പൊ നീ ഉറങ്ങിയില്ല? എടി ഈ വെളുക്ക സുധാകരൻ നിന്നെ സംശയം ചോദിച്ചു വിളിക്കാന് നീ ആര്? ലേബർ ഇന്ത്യ? നിങ്ങൾ രാവിലെ വരെ ഇങ്ങനെ ഉണർന്നിരിക്കുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. രാവിലെ നേരെ ആദ്യം നിങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടർ ആയിട്ട് പോകും. എന്നിട്ട് രാത്രിയിൽ ഉറക്കമില്ലെങ്കിൽ നേരെ നൈറ്റ് വാച്ച്മാനായിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകും. അടിപൊളി. ഇതിവിടെ വായിന്ന് എപ്പോ വരുമെന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ രാവിലെ പ്രൈവറ്റ് ബസ്സിൽ പോയി തളർന്ന് വന്നിട്ട് രാത്രി വല്ല ATM-ലും സെക്യൂരിറ്റി ആയിട്ട് പോയി ഇരിക്കുമ്പോ ഒരു 9 മണിയാവുമ്പോ സുധാകരന്റെ സംശയം എന്ന നാടകം ആദ്യം ഒരു 11 മണിയാകും ഇപ്പൊക്കാരി വന്നവന്റെ ഫിഗർ ഷോ. അത് കൊള്ളാം. എന്തായാലും പരിപാടി ഇപ്പൊ തുടങ്ങി. കണ്ടിട്ട് പോവാം. കണ്ടിട്ട് പോകും ഞാൻ. പരിപാടി തുടങ്ങിട്ടടി. ആൻഡോ കൊരട്ടി അവതരിപ്പിക്കുന്ന ഫിഗർ ഷോയിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹീറോ, മൺമറഞ്ഞിട്ടും മനസ്സിൽ നിന്നും മറയാത്ത താരം, പൗരുഷത്തിന്റെ പ്രതീകം, കോളേജ് കുമാരിമാരുടെ സ്വപ്ന കാമുകൻ, ശ്രീ ജയൻ. കസ്തൂരി മാൻമിഴി മലർശരമേതു കൽത്താര പുഷ്പങ്ങൾ പൂമഴ. കസ്തൂരി മാൻമിഴി മലർശരമേതു കൽത്താര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരിയിൽ, സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വര മാധുരി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓവർടേക്ക് പാടില്ലെന്ന്. ഞാനോടാ പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന അലവലാതി ഷാജി, നിന്നെ ഇന്ന് ഞാൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ഈ ഇരിക്കുന്നതെല്ലാം മരപ്പാവകൾ. എന്റെ ഭാര്യ മാത്രം സ്ത്രീ. അല്ല, സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് അവളെ നേരത്തെ അറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് അവളുടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ അതൊരു കുഴപ്പമില്ല. കുഴപ്പമില്ലാന്ന്. അത് മാത്രമല്ല, ഞങ്ങൾ തമ്മിലുള്ള ജോഡി പൊരുത്ത അടിപൊളിയാണ്. അടിപൊളി അടിപൊളി. ഞാനൊരു കിഴങ്ങൻ. നല്ല ജോഡി പൊരുത്ത. ഞാൻ അടുത്ത ഫിഗർ ഒരുക്കില്ലേ. എടി ജയൻ തകർത്തല്ലേ? അവൻ തകർത്ത്, പക്ഷെ തകർന്നത് ഇവിടെ അടി. എടി പണ്ട് നിന്നെ കെട്ടിക്കൊണ്ട് എന്റെ വീട്ടിനകത്തോട്ട് നീ കേറിയപ്പോഴത്തേക്ക് എന്റെ പൊന്നമ്മച്ചി നിന്റെ കയ്യിലോട്ടൊന്ന് പിടിച്ചപ്പോഴേ നിനക്ക് എന്തായിരുന്നു ബഹളോടി? ബഹളം ഉണ്ടാക്കാൻ കാരണമൊന്നുമല്ല. 1.5 ലക്ഷം രൂപ എനിക്ക് നഷ്ടമായത്. നഷ്ടമായതാ? നിങ്ങൾ അമ്മ എന്റെ കൈ പിടിച്ചപ്പോഴേ 1.5 പവന്റെ വളയാ ഊരിക്കൊണ്ടാ പെണ്ണുള്ള. അത് വിട്. അന്യൊരുത്തം നിന്റെ കൈ വന്ന് പിടിച്ചപ്പോ നീ ഹാപ്പി ആയല്ലോ. ഒരു കാര്യം ചെയ്യാം, കസ്തൂരി കൈതാടി. കസ്തൂരി കൈതാടി. സ്വപ്നങ്ങളുടെ
കൈകാടി. പഴയകാല മലയാള സിനിമകളിലെ റൊമാന്റിക് ഹീറോ, അടുത്തത്. ഒരു കാലഘട്ടത്തിൽ യുവസിനികളിൽ ആവേശമായി മാറിയ സ്വപ്ന നായകൻ ശ്രീ വിൻസെന്റ്. വരണ് കൊണ്ടുവരണ് ചെമടും കൊണ്ട്. എന്നെ കാണൂല. ആ പോണം. പാലരുവി കരയിൽ പഞ്ചമി വിടരും കടവിൽ പറന്നു വരൂ വരൂ മറക്കടിയുണ്ട്. പനി നീരുതിരും രാവിൽ പാലരുവി കരയിൽ പഞ്ചമി വിടരും കടവിൽ പറന്നു വരൂ വരൂ പനി നീരുതിരും രാവിൽ കുരുവി കുരുവി ഉരുവിയില്ല, ഒരു മൂങ്ങ മതിയാടാ. അതെന്നെ പരിപാടിയാണ്. എന്റെ ഫിഗർ ഷോ പൊളിക്കാനായിട്ടാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്ന് കയറിയ നിനക്ക് ഒരു ബുദ്ധിമുട്ടാ അല്ലേടാ? ഇന്നിപ്പോ കമ്മിറ്റിക്കാരെങ്കിലും ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ ആരെങ്കിലും എന്നെ തല്ലുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്യം നിങ്ങളായിരിക്കും. ഞാൻ ഏറ്റെടുത്തു. പിന്നെ കാണാൻ എന്റെ അടുത്ത ഫിഗർ. നിങ്ങളെ പൊളിച്ചത് എടി, അവ ആരേടി ചെയ്തത്? ആര് ചെയ്തെന്ന് മനസ്സിലായില്ലേ? ഇല്ല. വിൻസെന്റ്. വിൻസെന്റിനെ നിനക്ക് അറിയാവോടി? അറിയാവോന്ന്? ഇനി പറയടി, ആരാടി വിൻസെന്റ്? അത് innocent അടി. എന്താ നടിയത്? ഞാൻ അറിയാണ്ട് ചെയ്തു പോയത് കേട്ടോ. നിനക്ക് ഇപ്പോഴും അന്യപുരുഷന്മാരോടാണ് ഇഷ്ടം. അയ്യോ. Divers, divers, divers. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ. അങ്ങ് ഡൈവേഴ്സ് ചെയ്യൂ. ചെയ്യോടി. ഇനി ഇങ്ങനെ സംശയിക്കുന്ന മനുഷ്യന്മാരുണ്ടോ നമ്മുടെ നാട്ടിൽ? വക്കീലേ, എനിക്ക് പേപ്പർ വേണം. ആ വക്കീല. ഡൈവേഴ്സിന്റെ പേപ്പർ വേണം. മലയാള സിനിമ കണ്ട മലയാളികളുടെ മഹാനടൻ, അഭിനയത്തിന്റെ ദ കംപ്ലീറ്റ് ആക്ടർ ശ്രീ മോഹൻലാൽ പഴയകാല സിനിമയിലെ ഒരു സൂപ്പർ ക്ലൈമാക്സ് സോങ്ങുമായി എത്തുന്നു പത്മശ്രീ ഭരത് മോഹൻലാൽ. മോഹഭംഗ മനസ്സിലെ പങ്കില നടകളിൽ പുള്ളി കാണും. തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മ മനോഹരി നീന്റെ പ്രാണനിൽ അലിയൂ വേഗം. ചിക്കൂനല്ലേ? അടിപൊളി. അയ്യോ. അടിപൊളി അഭിനയം. ദൈവമേ. വീടിലെ അഭിനയം. അപ്പൊ നിന്റെ കാക്കൽ വീട് എന്താ? നിന്റെ ദേഹത്ത് തൊട്ടില്ലല്ലേ? ഇതാണ് അഭിനയം. ഞാനേ ഒട്ടും ഞാൻ യഥാർത്ഥത്തിൽ മോഹൻലാൽ വന്നതാണെന്ന് അതുപോലെ വരുന്നു ഞാൻ നോക്കുമ്പോ, പക്ഷെ എന്റെ കൈ തൊട്ടില്ല. എനിക്കറിയാം നിന്റെ കൈ തൊട്ടില്ല. എനിക്കാണ് സൂപ്പർ അഭിനയം. ആന്റോയെ, എന്നാ അഭിനയമാടാ. അയ്യോ. നല്ല ഒറിജിനൽ പോലെ തോന്നി. അയ്യോ. ഇങ്ങനെ നിനക്ക് അഭിനയിക്കാൻ അറിയായിരുന്നോ? ഇത് ഞാൻ അഭിനയിച്ചതല്ല. പിന്നെ നിന്റെ ഭർത്താവ് എന്റെ മുതുകത്ത് ഒറിജിനലായിട്ട് കുത്തിയതാ. വല്ലവന്റെ ഭാര്യ നീളം വന്ന് കളിച്ച ഇങ്ങനെ ഇരിക്കണം. അത് ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതല്ലേ. ഞാനും ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഇത് കുത്തിയത്. എന്നെ ആരെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.